ഹായ് ഓൾ, എൻട്രിയുടെ പുതിയ സിവിൽ എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം പലരും ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടാകും, ഓൾറെഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അവർക്കൊക്കെ എക്സാംസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി എക്സാംസിൻ്റെ കാര്യമാണ്. എക്സാംസ് ആണെങ്കിലും ഓവർസിയർ എക്സാംസ് ആണെങ്കിലും ചിലപ്പോൾ ചില ബേസിക് മാത്തമാറ്റിക്സ് പോർഷൻസ് അറിയാത്തത് കൊണ്ട് പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫൈനൽ ആൻസറിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൺസോൾട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവിടെ നമ്മൾ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്തോ മറ്റോ log 3 എന്നൊരു ആൻസർ നമ്മുടെ കയ്യിൽ കിട്ടി. അതായത് നമുക്ക് ആ ഒരു log ഓഫ് ഡെൽറ്റ പോർഷൻസ് വരുന്ന ആ ഒരു ടേമിനകത്ത് നമുക്ക് log 3 എന്ന് പറയുന്ന ഒരു ടേം കിട്ടി. log 3യുടെ വാല്യൂ അറിയത്തില്ല, നമുക്ക് ആൻസർ ഒരിക്കലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ നമ്മളവിടെ സ്റ്റക്കായി പോകും. അതുപോലെ തന്നെ log വരുന്ന കാൽക്കുലേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എക്സ്പോണൻഷ്യൽ, ചിലർക്ക് നമുക്ക് ഒരു ഓർമ്മ കാണത്തില്ല, പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പം പിന്നീട് അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് മറന്നു പോയിരിക്കാം. സോ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും എക്സാമിൽ ഫൈനൽ ആൻസർ നമ്മൾ കോൺസെപ്റ്റ് എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും എത്ര ഫോമുല അറിയാമെന്ന് പറഞ്ഞാലും കാൽക്കുലേഷൻ സൈഡ് വീക്ക് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമുക്കിപ്പോൾ വാച്ചസ് ഒന്നും നമ്മുടെ ഹോളിനകത്ത് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് എത്ര വേഗം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് സ്പേസിങ് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് 2 ലെഗ്ഡ് സ്റ്റിറപ്പാണ്, 8 mm ബാസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ 2 × π/4 × 8², അതായത് π/4 × 8² കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഈ π/4 × 8², അതായത് 8 mm ഡയമീറ്റർ വരുന്ന ഒരു ബാറിൻ്റെ ഏരിയ, 10 mm ഡയമീറ്റർ വരുന്ന ബാറിൻ്റെ ഏരിയ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്യുവർ ബെൻഡിങ്ങിൻ്റെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം വരും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ് എന്നറിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ ഫോമുലാസ് ബേസിക് ഫിഗേഴ്സിൻ്റെ അറിയത്തില്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റക്കായി പോകും. പിന്നെ നമുക്ക് കാൽക്കുലേഷൻസ് നമ്മുടെ പ്യുവർ ബെൻഡിങ്ങിൻ്റെ പോർഷൻസിൽ തന്നെ ചെയ്യുന്ന സമയത്ത് സെൻട്രോയിഡ് അറിയണം, ഓരോ ബേസിക് ഷേപ്സിൻ്റെ സെൻട്രോയിഡ് അറിയണം. അപ്പോൾ സെൻട്രോയിഡ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഇതെല്ലാം ബേസിക്സ് ആണ്. ഈ ബേസിക്സ് അറിയാതെ ഒരിക്കലും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് കടക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് തിയറി എക്സാമിന് മാർക്ക് കിട്ടാം. കാര്യം തിയറി എക്സാമിന് നിങ്ങൾ ചിലപ്പം മഗ്ഗപ്പ് ചെയ്ത് അവിടെ പോയി നമ്മൾ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടാം. പക്ഷേ നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ് അവിടെ. ഒത്തിരി അങ്ങനെ നമുക്ക് ആഡ് ഓൺ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കേരള PSC എക്സാംസിന് ഇതൊന്നും തന്നെ ഇല്ല. നമ്മൾ കുറേ കാര്യം മെമ്മറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് എക്സാമിനെ നേരിടാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാൽക്കുലേഷൻ സൈഡിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏരിയ ഓഫ് ബാർ ഓർത്ത് വെക്കുക, അങ്ങനെ വാല്യൂസ് ഓർത്ത് വെച്ച് പെട്ടെന്ന് കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാം, ആ വീഡിയോ സീരീസ് നമ്മൾ പുറകെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് തിങ് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് എക്സ്പോണൻഷ്യൽ ടേംസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി a⁻m × a⁻n, അതായത് ഏതെങ്കിലും ഒരു കോമൺ നമ്പർ 2 ഇപ്പം നമുക്കിപ്പം നമ്മുടെ കൺവേർഷൻ, യൂണിറ്റ് കൺവേർഷൻ്റെ സമയത്തൊക്കെ ഇത് വരാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു 10⁻3, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഒരു 10⁻6, അങ്ങനെയൊക്കെ വരാം. ന്യൂമറേറ്ററിൽ ഒരു 10⁻3 × 10⁻2 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 10⁻3 × 10⁻2 അതാണ് നമ്മുടെ a⁻m × a⁻n എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 10 ആണ്, നോക്കിക്കോളൂ. m എന്ന് പറയുന്നത് 3 ആണ്, n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? a⁻m + n എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ വരുന്ന ടേമാണ്, അതായത് 10⁻3 + 2, അതായത് 10⁻5 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ്റെ സമയത്ത് വരുന്ന റേസ് ടു പവർ ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ റൂളാണ് a⁻m × a⁻n. a⁻m × n ആണ്, സോറി m + n ആണ്. ഓക്കെ, അതായത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ആ പവേഴ്സ് വരുന്നത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇനി ഡിനോമിനേറ്ററിൽ ഒരു 10⁻6 ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ് സെക്കൻഡ് വൺ പറയുന്നത് a⁻m/a⁻n എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് a⁻m/a⁻n, അതായത് 10⁵/10⁶ ആണ്. നമുക്കിതെങ്ങനെ എഴുതാൻ പറ്റും? a⁻m - n, അതായത് ന്യൂമറേറ്ററിലുള്ള ആ റേസ് ടു പവറിനെ ഡിനോമിനേറ്ററിലുള്ള റേസ് ടു പവർ സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 5 - 6, അതായത് 10⁻−1 വരും. അപ്പോൾ ഇങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു എക്സ്പോണൻസിന് നമുക്ക് യൂസ് ആയിട്ട് വരും. അതുപോലെ തന്നെ a⁻m⁻n, ചിലപ്പോൾ നമുക്ക് കൺവേർഷൻ്റെ സമയത്ത്, ഏരിയയുടെ കൺവേർഷൻ്റെ സമയത്ത്, ഇപ്പോൾ സെൻറ്റിമീറ്ററിലുള്ള അല്ലെങ്കിൽ ഒരു മില്ലിമീറ്ററിലുള്ളതിന് എനിക്ക് മീറ്ററിലേക്ക് മാറ്റണം. മില്ലിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കാൻ 10⁻3 ആണ്. അപ്പോൾ ഇത് മില്ലിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റുവാണ്. ഇനി എനിക്ക് വേണ്ടത് മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്കാണ് മാറ്റേണ്ടത്. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാനുള്ള റേസ് ടു പവർ 10⁻3 ആണ്. അപ്പോൾ സ്ക്വയർഡ് വരുമ്പോൾ, ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ വരിക, അപ്പോൾ എന്ത് വരും? 10⁻3 ദ ഹോൾ സ്ക്വയർ.
നമുക്ക് 10�6 എന്ന് എഴുതാം. അതെങ്ങനെയാണ് 3 × 2 ചെയ്തതാണ്, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. a⁻m the whole raised to n is equal to a⁻m × n. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് എളുപ്പമാക്കാനുള്ള എക്സ്പോണൻഷ്യലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നവരാണെന്ന് അറിയാം. എന്നിരുന്നാൽ കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാനോ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത a⁻m/n ആണെങ്കിൽ റൂട്ട് ഓഫ് m/n ആണെങ്കിൽ n√a⁻m ആണ്. ഇത് വളരെ റെയറായിട്ട് വരുന്ന ആപ്ലിക്കേഷനാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി a⁻n ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 10⁻1 കിട്ടിയില്ലേ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻n, അതായത് 1/10⁻1, അതായത് 1/10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആക്കി നമുക്ക് എക്സ്പോണൻഷ്യൽ ടേംസിനെ മാറ്റാനായിട്ട് സാധിക്കും. കൂടുതലും യൂണിറ്റ് കൺവേർഷൻ ഭാഗത്താണ് ഈ പറഞ്ഞ എക്സ്പോണൻഷ്യൽ തിങ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലോഗരിതത്തിൻ്റെയാണ്. അതായത് നമുക്ക് ലോഗ് ടേംസ് വരുന്ന ഒരുപാട് ഫോമുലാസ് ഉണ്ട്, എസ്പെഷ്യലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ലോഗ് വരുന്ന ഫോമുലാസ് ഉണ്ട്. അപ്പോൾ ലോഗ് a × b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രോഡക്റ്റ് വരുവാണെങ്കിൽ ലോഗ് a+b, അതെന്താക്കി എഴുതുക? സമ്മാക്കി എഴുതാം. ഇനി ലോഗ് a/b, അതായത് ഡിവിഷനാണ് വരുന്നതെങ്കിൽ ലോഗ് a - ലോഗ് b ആണ്. ഇനി അടുത്തത് ലോഗ് a⁻n വരുവാണെങ്കിൽ ഈ n ലോഗ് a എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇത് കൂടുതലും ജിയോ ടെക്നിക്കലിലൊക്കെയാണ്, നമുക്ക് ലോഗ് ടേംസ് വരുന്ന ഫോമുലാസിലൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് വരാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോഗിൻ്റെ വാല്യൂസ് അറിയത്തില്ലെങ്കിൽ നമുക്ക് പല പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ലോഗ് 1 മുതൽ ലോഗ് 10 വരെയുള്ള 1ഉം 10ഉം പഠിക്കേണ്ട ആവശ്യമില്ല, ബാക്കി ഇത്രയും വാല്യൂസ് പഠിച്ചു വെക്കുക. ഇത് മസ്റ്റായിട്ട് പഠിക്കണം, കാര്യം ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് വരാം. പരീക്ഷയ്ക്ക് ലോഗ് 3 = എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ തരാനുള്ള സാധ്യതയും കുറവാണ്. ചിലപ്പോൾ എക്സാമിനർ വിചാരിക്കുവാണ് ഇത് അറിയാവുന്നവർക്ക് ഇത് കറക്റ്റ് ആക്കിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ തരണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ ലോഗ് 1 0 ആണ്, ലോഗ് 10 1 ആണ്, അത് രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ലോഗ് 2ൻ്റെ വാല്യൂ 0.30 ആണ്, ലോഗ് 3 ആണ് കൂടുതലായിട്ട് നമുക്ക് കാൽക്കുലേഷൻസിൽ വരിക. ജിയോ ടെക്നിക്കലിലെ മെജോറിറ്റി ESE പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോഗ് 3 വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. സോ അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. 0.48 ആണ്. ദെൻ ലോഗ് 4 വരുന്നത് 0.60 ആണ്, ലോഗ് 5 0.70, ലോഗ് 6 0.78, ലോഗ് 7 0.85, ലോഗ് 8 0.9 ആൻഡ് ലോഗ് 9 0.95 ആണ്. കാരണം 1നോട്ട് അടുപ്പിച്ച് വരുവാണ് ഈ 7 8, അതായത് ഒരു ഏകദേശം 7ഒക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ 1 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് മെർജ് ചെയ്ത് ഈ വാല്യൂസ് വരും. ഇനി നിങ്ങൾക്ക് ഈ ലോഗ് 1 to ലോഗ് 10 പഠിക്കാൻ എളുപ്പ വഴി വേണം, അതായത് നിങ്ങൾക്ക് ഒരു ടിപ്പ് ആൻഡ് ട്രിക്കിലൂടെ പഠിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ടാബുല കോളം മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഇത് പഠിച്ച് അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എഴുതി നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടിപ്പിലൂടെ ഓർക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോയുടെ താഴെ. ഓക്കെ, ഇനി നമുക്ക് ഏരിയാസ് ആണ്. ഏരിയാസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇനി ട്രപ്പീസിയം ആണെങ്കിൽ എന്താണ് ഏരിയ വരിക? 2 പാരലൽ സൈഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് ദിസ് യു ആർ ഹാവിങ് 2 പാരലൽ സൈഡ്സ് ട്രപ്പീസിയം. അതിൽ ഒരു പാരലൽ സൈഡിൻ്റെ എയും രണ്ടാമത്തെ പാരലൽ സൈഡ് ബിയും ആണ്. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് എ ഹൈറ്റ് സ്മോൾ h, അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഇസ് ഈക്വൽ ടു a+b/2. ആ 2 പാരലൽ സൈഡ്സ് കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. ഇതാണ് ഏരിയ ഓഫ് ട്രപ്പീസിയം. ഇത് ഒരുപാട് സ്ഥലത്ത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്, കാര്യം നമുക്ക് സർവേയിങ് തൊട്ട് എല്ലായിടും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഫോമുലയാണ്. ഓക്കെ, ഇനി അടുത്തത് പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പാരലൽ സൈഡ്സ് ആണ്, ഇതുപോലെ പാരലൽ സൈഡ്സ് ആയിരിക്കും. അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ ബ്രെഡ്ത്ത് ബിയും ഹൈറ്റ് h ആണെങ്കിൽ b × h ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അതായത് പാരലലോഗ്രത്തിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ അവിടെ നിന്ന് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഹൈറ്റ് h എടുക്കും. ഓക്കെ, ആ ഹൈറ്റ് h ഗിവൺ ആയിരിക്കും. ഓക്കെ, ഇനി ട്രയാങ്കിളിൻ്റെ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് പേഴ്സണലി അയച്ചൊരു ഡൗട്ട് ഞാനിവിടെ ഒന്ന് ക്ലിയർ ആക്കാം. ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എല്ലാം മിസ്സേ ഹാഫ് ഇൻറ്റു BH. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജനറലൈസ് ചെയ്ത് ഹാഫ് ഇൻറ്റു BH എന്ന് എടുക്കാൻ പറ്റും? നമുക്കൊരു സാധാ നോർമലി ട്രയാങ്കിളാണുള്ളെങ്കിൽ ഇത് ഹൈറ്റ് h ആണ്, ഇത് ബേസ് b ആണ്, മൊത്തം ഡിസ്റ്റൻസ് ആട്ടോ b. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു BH തന്നെയാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ വീണ്ടും ഡൗട്ട് ചോദിച്ചു, 2 ഇൻറ്റു എടുക്കണ്ടേ? 2 കുഞ്ഞ് ട്രയാങ്കിൾസ്. നമ്മൾ ബേസ് ഫുള്ളാണ് എടുക്കുന്നത്, ഹൈറ്റാണ്
അതായത് ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബേസ് താഴത്തെ ഫുൾ പോർഷനാണ് എടുത്ത് നമ്മൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോർമലി നമുക്ക് ബിടെക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഡൗട്ട്സിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്തെടുത്ത ബേസിക് ടിപ്സാണ് നമ്മൾ വീഡിയോസായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പലർക്കും അതായത് 90% ആൾക്കാർക്ക് ഇത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആൾക്കാരുടെ ഡൗട്ട്സാണ് നമ്മൾ വീഡിയോസായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ്. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ ആണ്, അതായത് 3 സൈഡും 3 വാല്യൂസ് ആണ് എ ബി സി എങ്കിൽ സ്കെയിൽ ആൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഫോർമുല ഉണ്ട്, √(s × s - a × s - b × s - c). പക്ഷേ അതൊക്കെ നമ്മൾ പോയി ചെയ്യുമ്പോൾ വലിയ കോംപ്ലക്സ് കാൽക്കുലേഷൻ, അത്രയും കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒന്നും ഒരിക്കലും നമ്മുടെ ബിടെക് ലെവലിലെ പരീക്ഷയ്ക്ക് നമ്മുടെ പ്രോബ്ലംസിൽ എൻകോപ്പറേറ്റ് ചെയ്തത് ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഏരിയ അല്ലെങ്കിൽ മൊമെൻറ്റ് ഏരിയ മെത്തേഡൊക്കെ എടുക്കുന്ന സമയത്ത് ഏരിയ എടുക്കേണ്ട ട്രയാങ്കിളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്സ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് മതി. അല്ലാതെ വലിയ കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമോ അല്ലെങ്കിൽ അത്രയും കാൽക്കുലേഷൻസ് അങ്ങനെ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സിവിൽ എഞ്ചിനീയറിംഗ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എടുത്താലും നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസ് എടുത്താലും RCC എടുത്താലും എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ചിന്തിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് താഴെ തട്ടിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻട്രോയിഡ് വാല്യൂസ് ആണ്. സെൻട്രോയിഡ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം റെക്റ്റാങ്കിൾ ആണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ b/2 അതുപോലെ തന്നെ h/2 ആയിരിക്കും. ബ്രെഡ്ത്തിൻ്റെ പകുതിയും hൻ്റെ പകുതിയും. നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ, ഈ സൈഡിൻ്റെ പകുതിയും ഈ സൈഡിൻ്റെ പകുതിയായിരിക്കും സെൻട്രോയിഡ് എടുക്കുക. അപ്പോൾ സെൻട്രോയിഡിനകത്ത് ആ 2 ലൈൻസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിളിൽ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബ്രെഡ്ത്തിൻ്റെ പകുതിക്കും ഹൈറ്റിൻ്റെ പകുതിക്കും. ഇനി ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിൻ്റെ കാര്യം നമ്മുടെ ഓവർസിയർ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. ഈ 3 ലൈൻസിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻസ് എന്ന് വിളിക്കും. അതായത് മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ, അവരെവിടെ ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ. ഇനി നമുക്ക് പല രീതിയിൽ ഇത് ചിന്തിക്കാം. ഇത് ആംഗിൾ ബൈസെക്ടർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കട്ട് ചെയ്യണം. പക്ഷേ ഇത് ആംഗിൾ ബൈസെക്ടർ അല്ല, ഈ ലൈനെ വിളിക്കുന്ന പേര് മീഡിയൻസ് ആണ്. അപ്പം ബൈസെക്ടർ ഓഫ് ആംഗിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്നൊക്കെ ഓപ്ഷനിൽ തരും. പക്ഷേ അതല്ല കറക്റ്റ് ആൻസർ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. മീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലൈൻസ് ആണ് മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അതൊരിക്കലും ആംഗിൾ ബൈസെക്ടർ അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ട്രപ്പീസിയം നമ്മൾ ഓൾറെഡി ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ 2 പാരലൽ സൈഡ്സ് ഉണ്ട്. ഹൈറ്റ് h ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന h/3 × b + 2a/b + a. ഈ ഫോമിൽ അതുപോലെ പഠിച്ചു നോക്കുക. ഇത് ആവശ്യം വരാറുണ്ട് ഒരുപാട്, നമ്മുടെ എർത്ത് പ്രഷർ കാൽക്കുലേഷൻസിലൊക്കെ ട്രപ്പീസിയം വരാറുണ്ട്. അപ്പോൾ അത് ട്രയാങ്കിളായിട്ടോ ഒക്കെ റെക്റ്റാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഈ ഫോമിൽ അറിയാമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും സെൻട്രോയിഡൽ ഫോമിലെ അറിയാമെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻസ് എളുപ്പത്തിൽ കൊണ്ടുപോകും. പക്ഷേ തെറ്റിക്കരുത്, അറിയത്തില്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി സെമി സർക്കിളാണിത്. സെമി സർക്കിൾ ആണെങ്കിൽ ഡയാമീറ്ററിൻ്റെ അവിടെ നിന്നും 4r/3π ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 4r/3π. എന്താണ് r എന്ന് പറഞ്ഞാൽ? റേഡിയസ് ഓഫ് ദ സെമി സർക്കിളാണ്. ഓക്കെ, ഇനി അടുത്ത് ഹെമിസ്ഫിയർ ആണ്. ഡയറക്റ്റ്ലി ഹെമിസ്ഫിയറിൻ്റെ വാല്യൂ ആയിട്ടും അതുപോലെ തന്നെ ഈ ആറിൻ്റെ റേഡിയസിൻ്റെ വാല്യൂ തന്നിട്ട് നമ്പറായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഹെമിസ്ഫിയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസ് ഡയാമീറ്ററിൽ നിന്ന്, അതായത് ബേസിൻ്റെ ഇവിടെ നിന്നും 3r/8 മാറിയിട്ടാണ് ഹെമിസ്ഫിയറിൻ്റെ സെൻട്രോയിഡ്. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ ഒരാളും കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. നമ്മുടെ ഇതാണ് റൈറ്റ് സർക്കുലർ കോൺ. അത് തന്നെ 2 കോണുണ്ട്. നമുക്ക് സോളിഡ് കോണും ഉണ്ട്, ഹോളോ കോണും ഉണ്ട്. രണ്ടും പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുമുണ്ട്, ഫോമുലയും ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സോളിഡ് കോണാണ് ഞാൻ ഇതാണ് സോളിഡ് കോണിൻ്റെ ഫോമുല. h/4 ഫ്രം ദ ബേസ് ആണ്. ബേസിൽ നിന്നും h/4 ഹൈറ്റിലാണ് നമുക്ക് സോളിഡ് കോണിൻ്റെ. ഹോളോ കോണിൻ്റെ ആണെങ്കിൽ h/3 ആണ്. ഓക്കെ, 2 തിരിഞ്ഞു പോരുത്, എളുപ്പ വഴി പറഞ്ഞുതരാം. ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകത്തൊന്നുമില്ല, പൊള്ളയാണ്.
3 എന്ന് പറയുന്ന നമ്പർ എഴുതുന്നത് നോക്കിക്കേ, കണ്ട 2 ഓട്ടയുണ്ട്. അപ്പോൾ ഹോളോ എന്ന് പറയുന്നത് h/3 ആണെന്ന് അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഹോളോ കോണിൻ്റെ h/3യും സോളിഡ് കോണിൻ്റെ h/4 ഫ്രം ദ ബേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രോയിഡ് ഓഫ് ബേസിക് ഷേപ്സ്. അപ്പോൾ സെൻട്രോയിഡ് അറിഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇനി പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിക് ഷേപ്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കാം. ഇതുപോലെയുള്ള കൂടുതൽ കണ്ടൻസിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് എക്സാംസിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.